അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി പറയേണ്ടി വന്നു, ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇത് ഏകദേശം 1 വർഷം മുമ്പ് ഞാനിത് പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധമാണ് കാരണം. ആബ്സല്യൂട്ട്ലി നോൺസെൻസ്. ഇത് ജനങ്ങളെ വീണ്ടും വിഡ്ഢിയാക്കുകയാണ്. ഇന്ത്യയുടെ പോളിസിയാണ് കാരണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനൊരു തീരുമാനത്തിലോട്ട്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന കുക്കിംഗ് ഓയിൽ, അതായത് പാചക എണ്ണ, അതിൻ്റെ ശതമാനം 10% കുറയ്ക്കണം. കാറിൽ യാത്ര ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ പൂളിംഗ് ആയിട്ട് യാത്ര ചെയ്യണം. മെട്രോയിൽ യാത്ര ചെയ്യരുത്. ഫെർട്ടിലൈസർ, അതായത് അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. പഴയ രീതിയിലോട്ട് പോകണം. ഗോൾഡ് വാങ്ങരുത്. തമാശയല്ല ഈ പറയുന്ന ഒന്നും. ഗോൾഡ് വാങ്ങരുത്. വിദേശ യാത്ര ചെയ്യരുത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എൻ്റെ അടി തെറി വിളിച്ച പല ആൾക്കാരും ഉണ്ട്. സംഘപരിവാറിൻ്റെ മോദി ആരാധകരുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞത്? ഈ പശ്ചിമേഷ്യയിലാണോ ഈ പ്രധാനപ്പെട്ട ഇഷ്യൂ? അതൊരു കാരണം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ ഇതൊന്നും അല്ല. ബേസിക്കലി എന്ന് അമേരിക്കയുമായിട്ട് അടിയുണ്ടായി, അതായത് അമേരിക്ക ഇന്ത്യക്ക് അന്ന് പണി തരാൻ തുടങ്ങി. ഇതാണ് ഇതിൻ്റെ കാരണം. ഞാൻ ചോദിക്കട്ടെ, ഈ വാറ് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, പശ്ചിമേഷ്യൻ വാറ്. എയർ ഇന്ത്യ, ഇന്ത്യയുടെ ഏറ്റവും വലിയ എയർലൈൻസ് ആണ് ഇൻഡിഗോ കഴിഞ്ഞിട്ട്. അത് ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ എയർ ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം അവർ റിപ്പോർട്ട് പുറത്തു വിട്ടു. 22,000 കോടി അവർക്ക് നഷ്ടം 1 വർഷം കൊണ്ട്. 22,000 കോടി. അവര് 10 മുതൽ 20% അവരുടെ എയർലൈൻസ് ഗ്ലോബൽ ഓപ്പറേഷൻ നിർത്തുകയാണ്. ഡൊമസ്റ്റിക് ഓപ്പറേഷനും വെട്ടിച്ചുരുക്കുന്നു. ഫ്യൂലാണ് റീസൺ. ഈ പറഞ്ഞ 2 മാസം കൊണ്ട്, അതിൻ്റെ റീസൺ കൊണ്ടാണോ 22,000 കോടി നഷ്ടമുണ്ടായത്? തെറ്റ്. ഇതൊക്കെയാണ് ആൾക്കാരെ കബളിപ്പിക്കാൻ ഭയങ്കര മിടുക്കനായി ഈ മോദിയുടെ കൂട്ടരും. സത്യം ജനങ്ങളോട് പറയണം. എന്താണ് പറഞ്ഞത്? ലോകത്തിലെ 3ാമത്തെ വലിയ എക്കോണമി, അതും കള്ളത്തരം ഉണ്ടാക്കി വെച്ചു. 8.2 GDPയുടെ ഗ്രോത്ത്, അതും പച്ചക്കള്ളം. ഇപ്പം പറയുന്നു 5ന്റെ താഴെ പോകുമെന്ന്. യഥാർത്ഥ കഥകൾ ഓരോന്ന് പുറത്ത് വരും. അതിനും ഈ പറയുന്ന സമയത്ത് ഈ പോളിസി എടുക്കുമ്പോഴും അമേരിക്കയോട് അടി ഉണ്ടാക്കുമ്പോഴൊന്നും ഇത് പെട്ടെന്ന് ആർക്കും അറിയത്തില്ല ഇതെവിടെ ചെന്ന് പിടിക്കും. എന്താ ഇതിൻ്റെ കാരണം? എന്താ? ട്രംപ് നല്ല ഒടുക്കലത്തെ പണിയങ്ങ് കൊടുത്തു. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് പൊളിഞ്ഞ് നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഇറങ്ങി അവിടെ ഇൻ്റർവീൻ ചെയ്യുകയാണ്. ഓരോ ദിവസവും പൊളിയുകയാണ്. ഗവൺമെൻറ് ഏജൻസികൾ മറ്റുള്ള സ്റ്റോക്കുകൾ മേടിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ടും പൊളിയുകയാണ്. ഇന്ത്യൻ കറൻസി പൊളിയുന്നു. പ്രധാനമന്ത്രി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പശ്ചിമേഷ്യൻ ഇഷ്യൂ. 2014 ഈ പറഞ്ഞ BJP അല്ലേ ഇന്ത്യയിൽ ഭരണം? മൻമോഹൻ സിംഗ് ആയിരുന്നു ഭരണം. അന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില എത്രയാണ്? ഏകദേശം 140, 120, 150, 110 ഈ റേറ്റിനാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് പെട്രോളിനും ഡീസലിനും ഈ പറയുന്ന വിലയുണ്ടോ? ഈ പറയുന്ന വിലയില്ല. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞോ നിങ്ങൾ വണ്ടികൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞോ? ഇല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞോ നിങ്ങൾ വിദേശത്ത് പോകരുത് എന്ന് പറഞ്ഞോ? ഇല്ല. ഫെർട്ടിലൈസർ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞോ? ഇല്ല. ഇതൊന്നും അന്ന് പറഞ്ഞില്ല. കാരണം അന്നും ഈ പറയുന്ന പോലെ പെട്രോളിനും മറ്റുള്ള സാധനങ്ങൾക്കും വില പിടിച്ചു നിർത്തി. കൃത്യമായിട്ട് വില പിടിച്ചു നിർത്തി. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഇത്രയും പുറകോട്ട് പോയോ? ഇല്ല. അതാണ് പോളിസിയിലുണ്ടാക്കിയ ഡിസിഷൻ. അതാണ് എക്കോണമി അറിയാവുന്ന മനുഷ്യൻ തലപ്പത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് കാര്യമായിട്ട് ഫിക്സ് ചെയ്തു പോയി. ഇതിനേക്കാളും വില കൂടുതൽ. അതായത് എനർജി എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കളാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയ തലയ്ക്കുള്ള അഹങ്കാരമുണ്ട്. അദ്ദേഹം വിശ്വഗുരുവാണ്. ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ സംഭവം. ഇതൊക്കെ അമേരിക്കയുടെ കൂടെ നിൽക്കുമ്പോഴേ ഉള്ളൂ. എന്താ ഇതിൻ്റെ കാരണം? എന്താ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇത്രമാത്രം ഇടിവുണ്ടാകാൻ കാരണം? എന്താ?
ഇന്ത്യ അമേരിക്ക പോളിസി മോശമായി പോയി. ഇന്ത്യയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഔട്ട്ഫ്ലോ ആണ്. അമേരിക്കൻ എക്കോണമിക്ക് കുഴപ്പമില്ല. അവർ ഏറ്റവും കൂടുതൽ ജോബ് കൊടുക്കുന്ന മാസമായി കഴിഞ്ഞ മാസം ഈ വാർ നടക്കുമ്പോൾ. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മളിത് ഗ്രോയിങ് എക്കോണമിയാണ്. നിങ്ങൾക്കറിയോ, ട്രാവൽ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ, അതായത് ഇവിടുന്നുള്ള കറൻസി എടുത്തിട്ട് പുറകോട്ട് പോകുന്നു. 88% ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സ് മുഴുവനും. ഈ ഫർട്ടിലൈസർ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഫർട്ടിലൈസറിൽ ഇന്ത്യയിൽ ക്ഷാമം ഉണ്ടാകും. ഇന്ത്യൻ കർഷകർക്ക് പഴയ രീതിയിൽ ചാണകം ഉപയോഗിച്ചുള്ള കൃഷിയിലോട്ട് പോകാനാണ് പ്രധാനമന്ത്രി പറയുന്നത്. നടക്കുന്ന കാര്യമാണോ? കുക്കിംഗ് ഓയിൽ കുറയ്ക്കണം, നടക്കുന്ന കാര്യമാണോ? കാരണം ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ വിദേശ സാധനങ്ങൾ വാങ്ങരുത്. ഈ വിദേശ സാധനങ്ങൾ ഇന്ത്യയിൽ അതേപോലുള്ള സംഭവങ്ങളില്ല. അതിന് ഓൾട്ടർനേറ്റീവ് വിദേശ സാധനങ്ങൾ തന്നെ വേണ്ടി വരും. ഈ ഒരു ക്രൈസിസിലോട്ടാണ് പോയത്. ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞ 4-5 മാസം പല ഡീലുകൾ സൈൻ ചെയ്യുന്നു. യൂറോപ്യൻ ഡീൽ സൈൻ ചെയ്യുന്നു, ഓസ്ട്രേലിയ, ഒമാൻ, ന്യൂസിലാൻഡ്, ആ രാജ്യം ഈ രാജ്യം. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട ഇഷ്യൂ എന്തുവാ? അമേരിക്ക എന്ന് പറയുന്നൊരു ഗ്ലോബൽ മൊണോപ്പോളിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരുമായിട്ട് ആദ്യം ട്രാക്കിൽ കൊണ്ടുവരിക. അതിനുശേഷം ഫർദർ എന്ത് നടന്നാലും സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ നടക്കില്ല. ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ചൈനീസ് പ്രോഡക്റ്റുകളാണ്. അവരതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ല. അമേരിക്ക നമുക്ക് ലിവറേജ് ഉണ്ടായിരുന്നു, അത് അവരുടെ ദൂരെ കളഞ്ഞു. ഇതാണ് പെട്ടുപോയത്. അതായത് പ്രധാനമന്ത്രി മോദിയുടെ ഏറ്റവും വലിയ ഫെയിലിയറാണ് ഈ സംഭവം. ലിറ്ററലി കരഞ്ഞു പോകുന്ന സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ മാറി. സോഷ്യൽ മീഡിയ പെട്ടെന്ന് ട്രെൻഡായി. ഇത്രയും നാളും പറഞ്ഞത് മുഴുവനും തള്ളും കള്ളവുമായിരുന്നു. റെഡ് മാർക്കിലോട്ട് ഇന്ത്യ പോയി. അതായത് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞത് ഇടിഞ്ഞങ്ങ് താഴുന്നു. കാരണം H1B വിസ, മറ്റൊരു ഇഷ്യൂയാണ് റെമിറ്റൻസ്. ഈ പറയുന്ന അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ, ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലോട്ട് വരുന്ന റെമിറ്റൻസ് ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ലാതെ ഒരു വല്ലാത്തൊരു ബോട്ടം ലൈനിലോട്ട് പോകാൻ തുടങ്ങി. ഇതാണ് അതായത് ഇന്ത്യയിലെ എക്കണോമിക് എക്സ്പേർട്ടുകളെല്ലാം പറയാൻ തുടങ്ങി. അവർ ലേഖനങ്ങൾ എഴുതാൻ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്. അതായത് 1970 രീതിയിലോട്ട് ഇന്ത്യ തിരിച്ചു പോകുമെന്ന് ആൾക്കാർക്ക് പേടിയായി. മനസ്സിലാക്കുക, നമ്മളൊരു റെസഷൻ മൂഡിലോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ റെസ്റ്റോറൻറ്റ്, ഹോട്ടലുകൾ, ഇവിടൊന്നും ആൾക്കാരില്ല. അതേപോലെ 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽ ഡൽഹിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടൊന്നും ആളുകളില്ല. കാരണം മാർക്കറ്റ് വളരെ മോശമാണ്. സ്ഥിതി വളരെ ദയനീയമാണ്. അതായത് മനസ്സിലാക്കുക, ഒരു കച്ചവടക്കാരും ബിസിനസ്സുകാരും പറയുന്ന പോലല്ല ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയേണ്ടത് ഇന്ത്യയുടെ എക്കോണമിയെ പറ്റി. മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും നരേറ്റീവ്സും മാത്രം പറഞ്ഞു. അവസാനം യഥാർത്ഥത്തിൽ സെക്കൻഡറാബാദിൽ വെച്ചങ്ങ് തുറന്നു പറഞ്ഞു BJP അവരുടെ. കാരണം ക്രൈസിസിലാണ്. പശ്ചിമേഷ്യൻ ക്രൈസിസ് അല്ല ഇത്. തുടക്കമെന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപുമായിട്ടുള്ള ഉടക്ക് മൂർച്ഛിക്കുന്നു. ട്രംപ് തോന്നിയ പോലെ ടാരിഫ് ഇതും എല്ലാം ഇന്ത്യയുടെ തലയിലോട്ട് അടിച്ച് കൈ കൊടുത്തു. മറ്റുള്ള രാജ്യങ്ങളോടും പറഞ്ഞ് സഹകരിക്കരുതെന്ന് പറഞ്ഞു. അതായത് ഇന്ത്യ അവരുടെ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ സംഭവമാണെന്ന് പറഞ്ഞു മൂലയ്ക്ക് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവസാനം ഇന്ത്യ പോലും സറണ്ടർ ചെയ്തു അമേരിക്കൻ ട്രേഡ് ഡീൽ. അത് ഞാൻ പറഞ്ഞു, ഈ പ്രശ്നമുണ്ടായതിൻ്റെ പേരിലാണ് സറണ്ടർ ചെയ്യേണ്ടി വന്നത്. കാരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് കൃത്യമായിട്ടറിയാം ഫർദർ ഇത് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അടിഞ്ഞ് നാശമായി പോകും. അതുകൊണ്ടാണ് സറണ്ടർ ചെയ്ത് ട്രേഡ് ഡീലിന് ജോയിൻ്റായിട്ട് അവർ ഡിക്ലറേഷൻ കൊടുത്തത്. അമേരിക്ക പറയുന്ന എല്ലാം കേൾക്കാമെന്ന രീതിയിലോട്ട് പോയി. ഇത് നേരത്തെ അങ്ങ് ഇവരുമായിട്ടങ്ങ് ലോഹിത് ചെയ്താൽ മതിയായിരുന്നു. ഇതാണ് സ്ഥിതി. അതായത് നിങ്ങൾ ആലോചിക്കണം, ഗോൾഡ് വാങ്ങണ്ട എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്രയോ ഗോൾഡ് ഷോപ്പുകളുണ്ട്. ഒരു വർഷത്തേക്ക് വാങ്ങരുത്, എത്രയോ ഷോപ്പുകളുണ്ട്. ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ ആ കടകൾ എന്ത് ചെയ്യും? അവിടെ ജോലി ചെയ്യുന്നവരെന്ത് ചെയ്യും? ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കരുത്, കൂളിംഗ് സിസ്റ്റത്തിൽ പോകണം. അതുമായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ജോലി എവിടെ പോകും? ഇത് മൾട്ടിപ്പിളാണ് ഈ സംഭവം.
കുക്കിംഗ് ഓയിലിൻ്റെ കാര്യം പറയുന്നു, മറ്റുള്ള സാധനം. അപ്പം ഈ കടകളെല്ലാം അടച്ചു പൂട്ടണോ? ഇതാണ് പറയുന്നത് ഫോർസി ഇല്ലാത്ത ഒരു മനുഷ്യൻ. അത് കാരണം ആരൊക്കെയോ വേണ്ടാത്ത അഡ്വൈസ് ചെയ്ത് ഈ മനുഷ്യൻ കിടന്നങ്ങ് പൊങ്ങി. അവസാനം ഇപ്പോഴാണ് എവിടെ നിൽക്കണമെന്ന് പോലും അറിയത്തില്ല. മനസ്സിലാക്കുക, ഞാൻ മോശപ്പെടുത്തിയല്ല പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ദയനീയമായിട്ടാണ് പോകുന്നത്. അത് ഇപ്പോഴുണ്ടായതല്ല, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉണ്ടായ സംഭവമാണ്. അമേരിക്ക ഇന്ത്യ ഇഷ്യൂ ഉണ്ടായപ്പം തുടങ്ങിയതാണ് ഈ സംഭവം. അത് ഗ്രാജുവൽ പ്രോസസ്സിൽ വന്നു. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഷാർപ്പായിട്ടങ്ങ് ഡിക്ലൈൻ ചെയ്തു. ഇന്ത്യൻ സാധനങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നില്ല. വളരെ കുറച്ച് സാധനങ്ങളെ പോകുന്നുള്ളൂ. അതും പലയിടത്ത് ഇന്ത്യ ഗവൺമെൻറ് പല പാക്കേജുകൾ കൊടുത്തിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കാരണം ഫോറിൻ കറൻസിയുടെ ഷോർട്ടേജ് ഇന്ത്യയിലുണ്ടായി. അതായത് കൃത്യമായിട്ട് മോദി ഭരണത്തിലെ എക്കോണമി എന്ന് പറയുന്നത് കഴിഞ്ഞ 12 വർഷത്തിൽ ആദ്യമായിട്ട്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്തു, ഇന്ത്യയുടെ സ്ഥിതി മോശമാണ്, ഇന്ത്യയുടെ സ്ഥിതി മോശമാണ്. ഇലക്ഷനൊക്കെ ജയിച്ചു, സാമ്പത്തികമില്ലെങ്കിൽ ഇതൊന്നുമില്ല. മനസ്സിലാക്കുക. അതായത് നോക്കുക, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് TCSൽ ഏകദേശം 27,000 പേരെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒറാക്കിൾ ഏകദേശം 12,000 പേര് ഇന്ത്യയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇൻഫോസിസ് ഏകദേശം 27,000 പേരെ പിരിച്ചുവിട്ടു. അതേപോലെ ഓരോ IT കമ്പനികൾ ആൾക്കാരെ പിരിച്ചുവിടുകയാണ്, പുതിയ ആൾക്കാരെ എടുക്കുന്നുമില്ല. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുകൊണ്ട് അവിടെയുള്ള ജോലികളും അങ്ങ് പോകാൻ തുടങ്ങി. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി. വല്ലാത്ത ക്രൈസിസിലോട്ട് ഇന്ത്യ പോകുന്നു. അതേതായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അഡ്മിറ്റ് ചെയ്തു, പ്രശ്നമുണ്ട്, ഓസ്റ്റെരിറ്റി വേണം, ചെലവ് കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ പെടാൻ പോവല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ റിസഷനിലോട്ട് പോവുകയാണ്. പലരും EMI അടയ്ക്കുന്നില്ല, വണ്ടി മേടിച്ചതിൻ്റെ വീട് മേടിച്ച്, കാരണം റെമിറ്റൻസ് ഇല്ല. പ്രോപ്പറായിട്ട് പലയിടത്ത് സാലറി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് വല്ലാത്ത ക്രൈസിസിലോട്ട് പോവുകയാണ്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ പോകുന്ന 2-3 ആഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ സ്ഥിതി എന്ന് പറയുന്നത് അതിദയനീയമായിട്ടങ്ങ് പോകും. എനർജി, അതായത് ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റ് എനർജി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന ക്രൂഷ്യൽ ഘടകമാണ്. എന്താണ് BJP അനുകൂലിക്കുന്ന നരേന്ദ്ര തനേജ, അദ്ദേഹം ഒരു എനർജി എക്സ്പേർട്ടാണ്. അദ്ദേഹം പറഞ്ഞു വല്ലാത്ത ക്രൈസിസിലോട്ടാണ് ഇന്ത്യ പോകുന്നത്, ഇതെങ്ങനെയെങ്കിലും താങ്ങി നിർത്തിയേ മതിയാവത്തുള്ളൂ. പെട്രോളിൻ്റെ വില കൂട്ടുക മാത്രമൊന്നുമല്ല, വേറെ പല വഴികളും ഉണ്ടാകും. ഇന്ത്യയിലെ പെട്രോളിയം എന്ന് പറയുന്നത് ഒരു ദിവസം 1000 കോടി നഷ്ടത്തിലാണ് ഈ പെട്രോളിയം കമ്പനികൾ സാധനം വിൽക്കുന്നത്. 1000 കോടി, ഏകദേശം ഒരു മാസമാകുമ്പോൾ 2 ലക്ഷം കോടി നഷ്ടത്തിലോട്ട് പോവുകയാണ് ഈ കമ്പനികൾ. ഇത്രയും നഷ്ടം സഹിച്ചു കഴിഞ്ഞാൽ കമ്പനികളെല്ലാം പൂട്ടേണ്ടി വരും. ഇതാണ് ഇന്ത്യ ഈസ് ഇൻ ക്രൈസിസ്. സാമ്പത്തിക പ്രശ്നത്തിലോട്ട് ഇന്ത്യ കൊണ്ടുപോയി. അതിൻ്റെ കാരണക്കാരൻ മോദിയുടെ ഈഗോയും ഇതേപോലെയുള്ള ഡിപ്ലോമസിയുമാണ് ഈ ഒരു ക്രൈസിസിലോട്ട് ഇന്ത്യയിൽ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.